പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്റ്റേറ്റ് ഭാരവാഹികൾ, കൊച്ചി ചാപ്റ്ററിന്റെ ഭാരവാഹികൾ, മറ്റ് പോസിറ്റീവ് കമ്മ്യൂൺ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വിഷയം എൻട്രൻസ് എക്സാമുകളെ കുറിച്ചിട്ടാണ്. ക്രാക്ക് ദ കോഡ് അൺലോക്ക് യുവർ ഫ്യൂച്ചർ എന്നുള്ള ടൈറ്റിലാണ് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഇതൊരു വലിയ ലോകമാണ്. വലിയ ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരമെടുത്ത് സമയമെടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഡംപ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കേൾക്കുകയും ബാക്കിയുള്ളത് കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ എൻട്രൻസ് എക്സാമുകൾ നമ്മളൊരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, +2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനെടുത്തിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ട്, സ്ട്രീമിനനുസരിച്ചിട്ട് അവനുമായി ബന്ധപ്പെട്ട എക്സാമുകൾ പറയുമ്പോൾ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവും കേൾക്കുവാനായിട്ട്. അല്ലാതെ ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമുകളോടായിരിക്കും താല്പര്യം കൂടുതൽ. കൊമേഴ്സ് എടുത്ത കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമുകളോടായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് സാധ്യതകൾ എൻട്രൻസ് എക്സാമുകൾ എന്നുള്ളതിന്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം ഇത് സൂചിപ്പിക്കാനുള്ളത്, ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആപ്റ്റ് ടൈമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകളുടെയും ആപ്ലിക്കേഷന്റെ സമയങ്ങൾ ഏകദേശം ഒരു 95% എൻട്രൻസ് എക്സാമുകളുടെയും സമയങ്ങൾ കഴിയുകയോ പരീക്ഷകൾ കഴിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയ അക്കാഡമിക് ഇയറിലേക്കുള്ളത്. ശരിക്കും ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഒരു +1 വിദ്യാർത്ഥി +2ലേക്ക് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, +2 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ജൂൺ മാസത്തിൽ, ജൂലൈ മാസത്തിലൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കാരണം ഒക്ടോബർ മാസങ്ങൾ തൊട്ടിട്ട് അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള എൻട്രൻസ് എക്സാമുകളുടെ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങും, ഓരോ കാറ്റഗറിയിലുള്ളതും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന +2 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് പ്രയോജനപ്പെട്ടുകൊള്ളണം എന്നില്ല. +1 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ വിഷയം ഞാൻ പറഞ്ഞു, ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പെട്ടെന്നായിരിക്കും പോകുന്നത്. എല്ലാ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചിട്ടും വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അതിന്റെ സ്ലൈഡുകൾ ചിലപ്പോൾ ആധിക്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം. സ്പീഡിലാണ് ഞാൻ പോയത് എന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവസാനം ഇന്ന് സംശയമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ മേഖലയിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീത് കുഞ്ഞ് സാറിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ ആ വിഷയത്തിലൊക്കെ ആധികാരികമായി മറുപടി പറയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അവസാനം ഡിസ്കസ് ചെയ്യുകയും ആകാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമുകൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻട്രൻസ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് മാർക്കാണോ സ്കൂളുകളിൽ അല്ലെങ്കിൽ എക്സാമുകൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അത് ഓരോ സ്ഥാപനവും, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും, ഓരോ കോളേജുകളും, ഓരോ യൂണിവേഴ്സിറ്റികളും ഒക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിനനുസരിച്ചായിരുന്നു അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാ യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ക്രീം ആയിട്ടുള്ള കുട്ടികളെ, ഏറ്റവും കഴിവുള്ള ഒരു കോഴ്സിലേക്ക് ഏറ്റവും ആപ്റ്റായ വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ട പരീക്ഷകൾ നടത്തിയിട്ടാണ് ഏറ്റവും നല്ല ആപ്റ്റായ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിന്റെ യൂണിഫോം ഇവാലുവേഷൻ സിസ്റ്റമാണ്. നമ്മൾ ഏത് ബോർഡിൽ പഠിക്കുന്നു, സ്റ്റേറ്റ് സിലബസിലാണോ പഠിക്കുന്നത്, CBSE-യിലാണോ ICSE-യിലാണോ എന്നുള്ളതല്ല. എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് ഒരു യൂണിഫോം ഇവാലുവേഷൻ സിസ്റ്റമാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉള്ളത്. രണ്ട്, മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ്. നമുക്ക് എന്ത് മാർക്ക് കിട്ടി എന്നുള്ളതല്ല, ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മെറിറ്റിൽ നമ്മുടെ സ്ഥാനം എത്രയാണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരാൾ വിജയിയാകുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, ഇപ്പോൾ സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ നല്ല ഡെപ്തായ നോളജ് ഉണ്ട് എങ്കിലും
നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ ആപ്ലിക്കേഷൻ, ആ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്താണ്, നമ്മുടെ സ്കിൽസ് എന്താണ് തുടങ്ങിയ മറ്റ് മേഖലകൾ കൂടി ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണ പരീക്ഷകളെ സംബന്ധിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ വ്യത്യാസപ്പെടുത്തുന്ന കാര്യം. കോമ്പറ്റേറ്റീവ് എക്സാംസ് വഴി കിട്ടുന്ന ആ മെറിറ്റിനെ അടിസ്ഥാനമാക്കിയാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിഷൻ കൊടുക്കുന്നത്. കാരണം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് വിശ്വാസം ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് പാസ്സായി ഫുൾ A+ വാങ്ങി വരുന്ന കുട്ടികളെ അല്ല. ബോർഡുകളുടെ സിലബസ്, കരിക്കുലം, അവരുടെ എക്സാം പാറ്റേൺ, ഇവാലുവേഷൻ സിസ്റ്റം ഒക്കെ പല തരത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പരിഗണന കൊടുക്കുകയും ഒരാളെ അവഗണിക്കുകയും അല്ലെങ്കിൽ ഒരാൾക്ക് ലെസ് പ്രിഫറൻസ് കൊടുക്കുകയും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പൊതുവെ ലോക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലേക്ക്, ഒരു ഗ്ലോബൽ പാറ്റേണിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ആധിക്യം നമ്മളോട് സൂചിപ്പിക്കുന്നത്. ബോർഡ് എക്സാം പോലല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത കരിയർ ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളിപ്പോ JEE എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടിക്ക് കൃത്യമായ ഒരു കരിയർ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് ചിലപ്പോൾ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവന്റെ കരിയറിനെ കുറിച്ചിട്ട്. മറിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, അവന്റെ കരിയർ ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ആണ് അവിടെ. അങ്ങനെ കരിയർ ക്ലാരിറ്റി ഉള്ള കുട്ടികൾ ആ കരിയർ ക്ലാരിറ്റിയോട് കൂടിയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്നത് എന്നുള്ളതും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, ഫിനാൻഷ്യൽ എയ്ഡ്സ്, ഇങ്ങനെയുള്ള മിക്കവാറും സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് ബോർഡ് എക്സാമിന്റെ മാർക്കിനനുസരിച്ചിട്ടല്ല കിട്ടുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ബോർഡ് എക്സാമും കോമ്പറ്റേറ്റീവ് എക്സാമും തമ്മിലുള്ള ആ എക്സാമിന്റെ പാറ്റേണിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഒന്ന്, പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം MCQ ബേസ്ഡ് ആയിരിക്കും, മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിരിക്കും MCQ ബേസ്ഡ് ആയിരിക്കും. പക്ഷേ ബോർഡ് എക്സാം എങ്ങനെയായിരിക്കും, അത് സബ്ജക്റ്റീവ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്തറിയാം എന്നതിനേക്കാൾ ഉപരി നമുക്ക് കൃത്യമായും നല്ല ഉറപ്പോടുകൂടി ഏത് ആൻസർ ആണ് അറിയുന്നത് എന്നതിന് മാത്രമായിരിക്കും അവിടെ പരിഗണന. സംശയത്തോടു കൂടി എഴുതിയാൽ സ്വാഭാവികമായും നെഗറ്റീവ് മാർക്കിംഗ് വരികയും അവിടെ നമ്മുടെ റാങ്ക് പുറകിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ ബോർഡ് എക്സാം അങ്ങനെയല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് അധ്യാപകരൊക്കെ സാധാരണ പറയും, പിന്നെ ക്വസ്റ്റിന്റെ ആൻസർ അറിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എഴുതിക്കൊള്ളണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കാരണം എന്താണ്, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ഒരു എക്സാമിൽ തന്നെ പല സബ്ജക്റ്റുകൾ ചിലപ്പോൾ പരീക്ഷ എഴുതേണ്ടി വരും, ഏരിയ തിരിച്ചിട്ട്. ഇപ്പോൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതുന്ന പോലെ. പക്ഷെ ബോർഡ് എക്സാമിന് അങ്ങനെയല്ല. നമ്മൾ ഒരു ഫിസിക്സിന്റെ പരീക്ഷ എഴുതാൻ പോയാണെന്നുണ്ടെങ്കിൽ ആ ഫിസിക്സിന്റെ പരീക്ഷ മാത്രം അന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പരീക്ഷ മാത്രം ആ ദിവസം എഴുതിയാൽ മതിയാകും. അപ്പോ അത് ഒന്നാണ്. വേറൊന്ന്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ മാർക്കിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ കൊടുക്കുന്നത്. അങ്ങനെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ മെറിറ്റ് മാർക്കുകൾ, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ മാർക്കുകൾ സഹായിക്കും എങ്കിൽ ഈ ബോർഡ് എക്സാമിന്റെ മാർക്ക് കൊണ്ട് അത് അടുത്തൊരു സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷന് മാത്രം അത് സഹായിക്കും എന്നല്ലാതെ സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. മറ്റ് ബോർഡ് എക്സാമുകളെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ബോർഡ് എക്സാമും കോമ്പറ്റേറ്റീവ് എക്സാമും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ പിന്നെ ഫീൽഡിൽ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പോഷർ നടത്തിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് വഴിയാണ് നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാലുള്ള ഗുണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര താല്പര്യത്തോടു കൂടി IITകളിലും അല്ലെങ്കിൽ എയിംസിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഇങ്ങനെ ചത്തു പഠിക്കാന്നൊക്കെ പറയില്ല, അത്രക്ക് റിസ്ക് എടുത്തിട്ട്, അത്രക്ക് സ്ട്രെയിൻ എടുത്തിട്ട്, അത്രക്ക് ഹാർഡ് വർക്ക് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ്, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്, പ്രസ്റ്റീജ് ആൻഡ് റെക്കഗ്നീഷൻ ആണ്. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഐഡന്റിറ്റിയിൽ വ്യത്യാസം വരികയാണ്. ഞാനൊരു IITian ആണ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ബിറ്റ്സ് പിലാനിയുടെ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എയിംസിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ, പുറത്ത് നിങ്ങൾ പോകുമ്പോൾ, ഇന്ത്യക്ക് പുറത്തേക്ക് നിങ്ങൾ ജോലി അപേക്ഷിച്ച് പോകുമ്പോഴത്തേക്കും
നമ്മുടെ രണ്ട് ആളുകളുടെ ബയോഡേറ്റ വരികയാണെന്നുണ്ടെങ്കിൽ, രണ്ട് ആളുകളുടെ റെസ്യൂം വരികയാണെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും എപ്പോഴും പ്രിഫറൻസ് ഉണ്ടാകുന്നത്. കാരണം അവിടെ എന്തുണ്ട്? അവിടെ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ വഴിയാണ് അവിടെ നിന്ന് ആ കുട്ടി പാസ് ഔട്ട് ആയിരിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ സാധാരണ പറയാറുള്ള എക്സലന്റ് പ്ലേസ്മെന്റ് ആണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്? നല്ല കമ്പനികളിലേക്ക് പ്ലേസ്മെന്റുകൾ കിട്ടും, ജോലി കിട്ടുകയാണ്. സ്ട്രോങ് അലുമിനി നെറ്റ്വർക്കാണ് ഈ പിന്നെ IITians തമ്മിലുള്ള അലുമിനി നെറ്റ്വർക്ക് വഴി ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള സാധ്യത കൂടുതലാണ്. പ്ലേസ്മെന്റ് വഴി ജോലി കിട്ടിയില്ലെങ്കിലും പിന്നീട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ തുറക്കുവാനായിട്ട് ഈ അലുമിനി നെറ്റ്വർക്ക് പൊതുവെ സഹായിക്കാറുണ്ട്. ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കും, വേൾഡ് റിനൗഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ഫാക്കൽറ്റീസ് ആയിരിക്കും അവിടെ വരുന്നത്. പുറത്തുള്ള ഫാക്കൽറ്റീസ് ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് വരാറുണ്ട്. പുറത്തു പോയി പഠിക്കുവാനുള്ള അവസരങ്ങൾ അവിടെ നിന്ന് കിട്ടാറുണ്ട്. റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാണ്? ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു 5 കൊല്ലം പഠിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മാറുകയാണ്. കാരണം നമ്മൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള, വിവിധ കൾച്ചറുള്ള, വിവിധ ക്വാളിറ്റിയുള്ള, വിവിധ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളുമായിട്ട് ഇടപഴകിയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുകയാണ്. ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നല്ല ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള ഫെസിലിറ്റീസ്, റിസർച്ച് ഫെസിലിറ്റീസ്, ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ പിന്നെ ഇന്നോവേഷൻ നടത്തുവാനുള്ള അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതകൾ ഇത്തരം വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന് ഉദാഹരണം നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, പറഞ്ഞത് +2 ശേഷമുള്ള എൻട്രൻസ് എക്സാമുകൾ. ഇവിടെ 32ഓളം എൻട്രൻസ് എക്സാമുകൾ ഞാൻ കാറ്റഗറി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യില്ല. എഞ്ചിനീയറിംഗ് സെഷനിൽ വരുന്നതുണ്ട്, മെഡിക്കൽ സെഷനിൽ വരുന്നുണ്ട്, ആർക്കിടെക്ചർ സെഷനിൽ വരുന്നുണ്ട്, മാനേജ്മെന്റ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ലോയുമായി ബന്ധപ്പെട്ട് ഒരു +2 വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമുകളുണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ ടീച്ചിങ്, പിന്നെ മിസ്ലേനിയസ് ആയിട്ട് ഒരുപാട്. ഇത് കംപ്ലീറ്റഡ് അല്ല കേട്ടോ. പിന്നെ ഇതിനേക്കാളും ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ വേറെയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും എൻട്രൻസ് എക്സാമുകൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തത്. ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം എൻട്രൻസ് എക്സാമുകളിലൂടെയാണ് ഏതാണോ അവന്റെ കരിയർ, അവന്റെ സ്ട്രീം അല്ലെങ്കിൽ അവന്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് അവൻ ഏത് കരിയർ പാത്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ കരിയർ പാത്തിനനുസരിച്ചിട്ട് അതിലെ ഏറ്റവും ടോപ്പ് എൻട്രൻസ് എക്സാമുകളിലൂടെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പഠിക്കുവാനുള്ള സാധ്യതയിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് വഴിതിരിച്ചു വിടുവാനായിട്ട് കഴിയേണ്ടതുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, ബോർഡ് എക്സാം പോലല്ല, എൻട്രൻസ് എക്സാമുകൾ എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മാത്രമാണ്, ആ അർത്ഥത്തിൽ അവരെ ഗൈഡ് ചെയ്താൽ മാത്രമാണ് ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം എടുക്കുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ, അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടെസ്റ്റാണ്, ഒരു എക്സാമാണ് JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, JEE മെയിൻ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇന്നലെ സാറ് പറഞ്ഞ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ടോപ്പ് എൻട്രൻസ് എക്സാമുകളും കൺട്രോൾ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ഫോമിലാണ്. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, NTA ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് എൻട്രൻസ് എക്സാമുകൾ പൊതുവെ നടത്തുന്നത്. ആ എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമാണ് JEE മെയിൻ. 15 ലക്ഷത്തോളം അല്ലെങ്കിൽ 14 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. എന്തിനാണ് JEE മെയിൻ ഉപയോഗിക്കുന്നത്? JEE മെയിൻ സാധാരണ ഉപയോഗിക്കുന്നത് ബിടെക് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ്. NIT-കളിൽ അല്ലെങ്കിൽ IIT-കളിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്, അല്ലെങ്കിൽ സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഏകദേശം ഒരു 60,000-ത്തിലധികം സീറ്റുകളിലേക്കുള്ള അഡ്മിഷനാണ് ശരിക്കും മെയിൻ ആയിട്ടും ഈ JEE മെയിൻ എക്സാം വഴി നടത്തുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള ഒരു കുട്ടി സ്വാഭാവികമായും JEE മെയിൻ എഴുതിയിട്ടാണ് അവൻ ഈ പറഞ്ഞ രീതിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്, നല്ല സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ JEE മെയിൻ എന്താണ് നിർബന്ധം. ഈ JEE മെയിൻ സാധാരണ 2 പേപ്പറാണ് ഉള്ളത്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് പേപ്പറാണ്. ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ
ഈ ബിടെക് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള BE കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് ബി ആർക്കിനും ബി പ്ലാനിംഗ് കോഴ്സുകൾക്കും വേണ്ടിയിട്ടാണ്. ബാച്ചിലർ ഇൻ ആർക്കിടെക്ചർ കോഴ്സിനും ബി പ്ലാനിംഗ് കോഴ്സുകൾക്കും വേണ്ടിയിട്ടാണ്. അത് തന്നെ ഈ പേപ്പർ 2 തന്നെ 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1 BR കോഴ്സിനും പാർട്ട് 2 ബി പ്ലാനിംഗ് കോഴ്സുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇതിന് JEE മെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞത് NIT-കൾ, IIT, IITs അല്ലെങ്കിൽ സെൻട്രൽ CFI TIC ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇതല്ലാതെ ഏറ്റവും റിനൗഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് എന്ത് IIT-കൾ. ഈ IIT-കളിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ട JEE അഡ്വാൻസ്ഡ് എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ JEE മെയിൻ എഴുതുകയും അതിന്റെ ടോപ്പ് 2,50,000 കാൻഡിഡേറ്റ്സിനകത്ത് നമ്മൾ വരികയും ചെയ്യണം. മൊത്തം പരീക്ഷ എഴുതിയ 14 ലക്ഷത്തിലധികമുള്ള കുട്ടികളിൽ നിന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളായി നമ്മൾ മാറുമ്പോൾ മാത്രമാണ് നമുക്ക് JEE അഡ്വാൻസ്ഡ്, നമ്മൾ പിന്നീട് പറയും, JEE അഡ്വാൻസ്ഡ് എഴുതാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ JEE അഡ്വാൻസ്ഡ് എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യം JEE മെയിൻ എഴുതണം. അതുകൊണ്ട് തന്നെ JEE മെയിൻ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പാസ്സായാലാണ് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ കടമ്പ കടക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇത് പിന്നെ സാധാരണ ഈ JEE മെയിൻ എക്സാം 2 സെഷനായിട്ടാണ്. ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചു, ഈ കഴിഞ്ഞ പുതിയ അക്കാഡമിക് ഇയറിലേക്കുള്ള 2 സെഷനും കഴിഞ്ഞു. ഒന്ന് ജനുവരിയിലും ഒന്ന് ഏപ്രിലുമാണ്. അതിൻ്റെ ഡേറ്റുകൾ ടെൻറ്റേറ്റീവായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 2 പ്രാവശ്യം ചാൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ജനുവരിയിൽ നടക്കുന്ന പരീക്ഷ പൊതുവെ അത് ഈസി ആയിട്ടാണ് വിലയിരുത്തുന്നത്. ജനുവരി ഫേസിൽ നടക്കുന്ന അല്ലെങ്കിൽ സെഷൻ 1-ൽ നടക്കുന്ന എക്സാം പൊതുവെ ഈസി ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട് കുട്ടികൾ. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ടിട്ട് ഒരു കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. രണ്ടാമത് നടക്കുന്നത് ഏപ്രിലാണ്. ഇതിൽ ഏതാണോ നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് അതാണ് ഫൈനലായിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ 2 ചാൻസ് കിട്ടുക വഴി ഒന്നിൽ ഒരു ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും, പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷയുടെ തലേദിവസങ്ങൾ അസുഖങ്ങൾ വരികയോ പരീക്ഷയെ മിസ്സാവുകയോ ഹെൽത്ത് ഇഷ്യൂസ് വരികയോ മെന്റൽ ഇഷ്യൂസ് വരികയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുവഴി ഒരു കുട്ടിക്ക് ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് JEE മെയിൻ 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ നടത്തുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് സ്കോർ ആയിരിക്കും നമ്മുടെ JEE മെയിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ആണുള്ളത്. പേപ്പർ 2-ൽ 2A ആണ് നമ്മൾ ബി ആർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പേപ്പർ 1 അതിനകത്ത് അതൊരു CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പേപ്പർ 2-ൽ ആർക്കിടെക്ട് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് പാർട്ട്, ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് പേപ്പറിൽ മാത്തമാറ്റിക്സ് ആണ് പാർട്ട് 1. പിന്നീട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പാർട്ട് 2. അത് രണ്ടും CBT മോഡലാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പിന്നെ ഉള്ളത് പാർട്ട് 3 ആയിട്ട് ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട്. കാരണം ഒരു ആർക്കിടെക്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡ്രോയിങ് സ്കിൽ ആണല്ലോ. ആ ഡ്രോയിങ് സ്കിൽ മെഷർ ചെയ്യാനായിട്ട് അതൊരു A4 സൈസിലുള്ള പരീക്ഷയാണ്. അത് ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത്. A4 ഷീറ്റിലാണ് പരീക്ഷ നടത്തുന്നത്. പേപ്പർ പെൻ എക്സാം ആണ്, അത് കമ്പ്യൂട്ടർ എക്സാം അല്ല. ഇത് രണ്ടാമത്തതാണ്. ഇനി ഇത് തന്നെ സെക്കൻഡ് പേപ്പറിനകത്ത് 2B എന്ന് പറഞ്ഞിട്ട് ബി പ്ലാനിംഗ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ആണ്. സെക്കൻഡ് പാർട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ്. തേർഡ് പാർട്ട് വരുന്നത് ഡ്രോയിങ് അല്ല, മറിച്ച് പ്ലാനിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അത് 3-ഉം ഏതാണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ ഈ ബി പ്ലാനിംഗ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതും BTech കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതും അത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെങ്കിൽ, ഇവിടെ പകുതി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും മൂന്നാമത്തെ പാർട്ട് പേപ്പർ ടെസ്റ്റും ആയിരിക്കും എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുന്നതേ ഉള്ളൂ. നിങ്ങളത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. BTech കോഴ്സിന് ഫസ്റ്റ് പേപ്പറാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 20 മാർക്ക് വീതം 20 ക്വസ്റ്റ്യൻസ് വീതമാണുള്ളത്. മൊത്തം 300 മാർക്കാണ്. ഒരു ശരിയായ ക്വസ്റ്റ്യന് 4 മാർക്കാണ്. അപ്പോൾ 20 ശരിയായി കഴിഞ്ഞാൽ 100 മാർക്ക് കിട്ടും. അങ്ങനെ 3 സബ്ജക്റ്റിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 കൂടി 300 മാർക്കിനാണ് ഉള്ളത്. എന്നാൽ ബി ആർക്കിൻ്റെ കേസ് ആകുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസമുണ്ട്. മാത്തമാറ്റിക്സ് 100 മാർക്കാണുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 200 മാർക്കും ഡ്രോയിങ് സ്കില്ലിന് 100 മാർക്കുണ്ടോ, അങ്ങനെ 400 ആണ്. അതുപോലെ തന്നെയാണ് ബി പ്ലാനിങ്ങിനും 400 മാർക്കിനാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്ലൈഡുകൾ കാണിക്കും. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഓരോ കുട്ടിക്കും ഏതാണോ താല്പര്യമുള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനകത്ത് കുറച്ചുകൂടി ഒന്ന് എൻക്വയറി നടത്തുകയോ റിസർച്ച് നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പരീക്ഷകളുടെ ഡ്യൂറേഷനൊക്കെ കൃത്യമാണ്. പല ഭാഷകളിൽ നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഏജ് ലിമിറ്റ് JEE മെയിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ ഒരു 3-4 വർഷം മുമ്പ് +2 പാസ്സായ കുട്ടിക്കൊന്നും എഴുതാനായിട്ട് കഴിയില്ല. റീസെന്റ് ആയിട്ട് ഇപ്പോൾ 2025 കുട്ടിയാണെങ്കിൽ
2023, 2024, 2025 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയാണ് എഴുതാൻ. അതായത് 3 വർഷം കഴിഞ്ഞ് 3 വർഷമായി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് എഴുതാനായിട്ട് കഴിയുന്നത്. കേരളത്തിൽ സെന്ററുകളുണ്ട്. ഇങ്ങനെ പരീക്ഷ നടത്തിയതിന് ശേഷം ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി വഴിയാണ് നമുക്ക് ഇതിന്റെ റിക്രൂട്ട്മെന്റ് മീൻസ് പ്ലേസ്മെന്റുകൾ അഡ്മിഷനുകൾ നടക്കുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് അലോട്ട്മെന്റ് പ്രോസസ്സിനായിട്ട് നമ്മൾ ഈ ജോസയുടെ വെബ്സൈറ്റുകൾ വഴി പിന്നെ നമ്മൾ പിന്നെ രജിസ്റ്റർ ചെയ്യണം. ഓരോ NIT-കൾ IIT-കളൊക്കെ ചൂസ് ചെയ്യാനുള്ള പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇപ്പൊ ജോസായുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ജോസ വഴി അഡ്മിഷൻ നടന്നിട്ടുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഓരോ ബിടെക് കോഴ്സുകൾക്കും കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സ്ട്രീമിലും ഓരോ കാറ്റഗറിയിലും, അതായത് ജനറൽ കാറ്റഗറി ആയിക്കൊള്ളട്ടെ, OBC ആയിക്കൊള്ളട്ടെ, ഏത് കാറ്റഗറി ആണെങ്കിലും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് ഏതാണ് 5 ഫേസ് വഴി പിന്നെ 5 പിന്നെ ലെവലിൽ നടന്നിട്ടുള്ള അഡ്മിഷൻ വഴി ലാസ്റ്റ് എത്രാമത്തെ റാങ്കുകാരനാണ് അഡ്മിഷൻ കിട്ടിയതെന്നൊക്കെ നമുക്ക് ലൈവായിട്ട് നമുക്ക് പിന്നെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. ഏത് റാങ്ക് കിട്ടിയാലാണ് നമുക്ക് ഇന്ന സ്ഥാപനത്തിൽ ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജോസയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയത് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിനകത്ത് നമ്മൾ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്രൈറ്റീരിയകൾ കൂടി നമ്മൾ പ്രത്യേകം നോക്കണം. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും, എലിജിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. എസ്പെഷ്യലി ചില കോഴ്സുകൾക്ക് മാത്സിന് പകരം ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്സ് പരിഗണിക്കുന്ന കോഴ്സുകളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് നല്ല ധാരണ ആദ്യം നമ്മൾ അതാത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ പറഞ്ഞു ഈ JEE മെയിൻ വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണ്? ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ IIIT-യേക്കാൾ കുറച്ചുകൂടി മുൻപന്തിയിലുള്ളതാണ് എന്ത്? NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ നിലവിൽ 31 NIT-കളാണുള്ളത്. അതിൽ 30 NIT-കളാണ് അഡ്മിഷൻ കൊടുക്കുന്നത് തോന്നുന്നു. അതിൽ ടോപ്പ് 10 ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള NIT കാലിക്കറ്റും ഉണ്ട്. അപ്പോൾ കാലിക്കറ്റിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 50% സീറ്റ് മലയാളികളായ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും. മലയാളികളായ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പരീക്ഷ കേരളത്തിലാണ് എഴുതുന്നത് എങ്കിൽ 50% ഹോം സ്റ്റേറ്റ് കോട്ടയിൽ പരിഗണിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതിൽ NRI കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, പുറത്ത് വിദേശത്ത് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അവന്റെ പാസ്പോർട്ടിൽ കേരള അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അവനെയും ആ കുട്ടിയെയും ഈ പറഞ്ഞ സ്റ്റേറ്റ് കോട്ടയിലേക്ക് പരിഗണിക്കുവാനായിട്ട് പരിഗണിക്കും. അതുകൊണ്ട് നമുക്ക് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തൃച്ചി NIT-യിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കർണാടകയിൽ പിന്നെ NIT-യിലാണ് പോകുന്നതെങ്കിൽ അതാത് സ്റ്റേറ്റിലെ കുട്ടികളായിരിക്കും 50% ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർക്കായിരിക്കും സാധ്യത കൂടുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ NIT എന്നുള്ള ഏക ഓപ്ഷൻ സാധ്യത കൂടുതലുള്ളത് ഈ NIT കാലിക്കറ്റിലാണ്. അവിടെ പഠിച്ചാലുള്ള ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ആംബിയൻസും എൻവയോൺമെന്റും ഒക്കെ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. വേറൊന്നുള്ളത് JEE അഡ്വാൻസ്ഡ് ആണ്. JEE അഡ്വാൻസ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞു. IIT-കളിലേക്കുള്ള ഇന്ത്യയിലെ 23 ടോപ്പ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT-കളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് പാലക്കാടും തിരുപ്പതിയിലും ചെന്നൈയിലും ഹൈദരാബാദിലുമാണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തും IIT-കളുണ്ട്. ഒന്ന് പിന്നെ ഡൽഹി IIT-യുടെ കീഴിൽ UAE-യിൽ ഒരു IIT ഉണ്ട്. ടാൻസാനിയയിൽ IIT മദ്രാസിന്റെ കീഴിൽ ഒരു IIT ഉണ്ട്. ഈ IIT-കളുടെ പ്രത്യേകത 20% സീറ്റ് എല്ലാ കോഴ്സുകൾക്കും ഫീമെയിൽ സ്റ്റുഡൻസിനായിരിക്കും, ഗേൾസിനായിരിക്കും എന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത് IIT എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ IIT ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ. നിങ്ങൾ പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അത് പിന്നെ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും IIT ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക പദവിയും പിന്നെ പവറും ഒരു പരിഗണനയും കിട്ടും. അതുകൊണ്ട് തന്നെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ US UK പോലുള്ള രാജ്യങ്ങളിൽ പോലും പെട്ടെന്ന് അക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം ഈ IIT-കളുടെ ആ ബ്രാൻഡ് നെയിമാണ്. ഇപ്പോൾ IIT-യിൽ പഠിച്ച ആളുകൾ ടോപ്പ് റിനോഡ് പേഴ്സൺസിന്റെ ചില ആളുകളെ ചില അലുമിനി പേഴ്സൺസിനെയാണ് ഞാൻ ഇവിടെ പിന്നെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചി, ചേതൻ ഭഗത്, ഓദർ, യൂട്യൂബറൊക്കെയാണ്. ഇങ്ങനെ കുറെ ആളുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ രാജു നാരായണസ്വാമി സിവിൽ സർവീസ് പരീക്ഷയിൽ നോക്കൂ, സിവിൽ സർവീസ് പരീക്ഷയിൽ ടോപ്പ് റാങ്ക് കിട്ടിയാണ്. ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ
ഇന്ത്യയിൽ 1ാം റാങ്ക് കിട്ടിയ ആദ്യത്തെ മലയാളി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ IIT പ്രൊഡക്ട്സ് ആണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ റിസർവ് ബാങ്കിന്റെ പിന്നെ മുൻ ചെയർമാൻ ആയിക്കൊള്ളട്ടെ, ISROയുടെ മുൻ ചെയർമാൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ പിന്നെ IBMന്റെ ചെയർമാൻ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ പിന്നെ ടോപ്പ് കെജ്രിവാൾ, നിങ്ങൾക്ക് പരിചയമുള്ള ഇയാളായിരിക്കും കെജ്രിവാൾ. ഇങ്ങനെ ടോപ്പ് ആളുകളൊക്കെ IITയുടെ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കെജ്രിവാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് IIT എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. പക്ഷെ പോയത് എവിടെയാണ്? അതെന്താ കാരണം? അവർക്ക് കിട്ടുന്ന എക്സ്പോഷറാണ്, അവിടെ നിന്ന് കിട്ടുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് ആണ്, ഈ IITയിൽ പഠിച്ചിട്ട് കിട്ടുന്ന കണക്ഷൻസ് ആണ്. അതുവഴി ലോകം മൊത്തം കീഴടക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവർക്ക് ഘടകമായത് അവരുടെ IIT ക്വാളിഫിക്കേഷൻ ആണ്, ബേസിക് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അങ്ങനെയുള്ള IITകളിലേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ JEE മെയിനിൽ 14 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയതിൽ നിന്ന് 2.5 ലക്ഷം കുട്ടികളെയാണ് നമ്മൾ, അത് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ്, അത് പിന്നെ എല്ലാ കാറ്റഗറിയിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് വീതം എടുത്തിട്ട് ടോട്ടൽ 2.5 ലക്ഷം കുട്ടികളെയാണ് നമ്മൾ ഈ JEE അഡ്വാൻസ്ഡ് എഴുതാനായിട്ട്, ഇപ്പോൾ പിന്നെ അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പിന്നെ എഴുതാനുള്ള മെയ് 18-നെങ്ങാണ്ടാണ് അതിന്റെ ടെസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ IITകളിൽ പലതരത്തിലുള്ള പിന്നെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BTech, BS, BArc, പിന്നെ ഡ്യുവൽ ഡിഗ്രി BTech MTech കോഴ്സുകൾ, BS MS കോഴ്സുകൾ, MTech കോഴ്സ്, ഇന്റഗ്രേറ്റഡ് MTech ഉണ്ട് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഡ്യുവൽ ഡിഗ്രി കോഴ്സുകളുണ്ട്. ഇത് പല കോഴ്സുകളുണ്ട്. ഈ IITകളിൽ ഇതല്ലാതെയും കോഴ്സുകളുണ്ട് കേട്ടോ. പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ഈ പിന്നെ JEE അഡ്വാൻസ്ഡ് വഴി അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളാണ് ഈ പറഞ്ഞ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കോഴ്സുകൾ. അതല്ലാതെ അവിടെ MSc കോഴ്സുകൾ, MTech കോഴ്സുകൾ, BDES കോഴ്സുകൾ, PhD കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. ഇനി ഈ JEE അഡ്വാൻസ്ഡ് ആ സ്കോർ ഉപയോഗപ്പെടുത്തിയിട്ട് IITകൾ മാത്രമല്ല അഡ്മിഷൻ എടുക്കുന്നത്. ഇന്ത്യയിലെ ടോപ്പ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എൻ്റെ ഒരു ചെറിയൊരു ലിസ്റ്റാണ്, കുറച്ച് ലിസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. IIS ബാംഗ്ലൂർ, IISER ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് പിന്നെ പല സ്ഥലങ്ങളിലുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇന്ത്യയിൽ 5-6 സ്ഥലങ്ങളിലുണ്ട്. IISc തിരുവനന്തപുരം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി, ഇതൊക്കെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, സയന്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നതിനും അവർ ഉപയോഗപ്പെടുത്തുന്നത് ഈ പറഞ്ഞ JEE അഡ്വാൻസ്ഡ് സ്കോർ ആണ്. അത് അവർ സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ് വിളിക്കുന്നത്. അവിടെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും ഈ JEE സ്കോർ കൂടി, JEE അഡ്വാൻസ്ഡിന് സ്കോർ കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ അവർ അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെയൊക്കെ നമ്മൾ പോകുന്നില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, അതിന്റെ പെർസെൻറ്റേജ് ഇതാണ്. രണ്ടാമത്തത് ആർക്കിടെക്ചർ കോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു JEE മെയിൻ വഴി നമുക്ക് കിട്ടുന്നത് ആർക്കിടെക്ചർ കോഴ്സാണ്. അത് പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് പാസ്സായി കഴിയുമ്പോൾ 3 IITകളിലാണ് ഈ BR കോഴ്സ് ഉള്ളത്. ഒന്ന് വാരണാസിയിൽ, ഖരഗ്പൂരിൽ, പിന്നെ IIT റൂർക്കെ. ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് IITകളിൽ BR കോഴ്സുകൾ. അപ്പോൾ അഡ്വാൻസ്ഡ് BRക്കിന്റെ അഡ്വാൻസ്ഡ് പേപ്പർ പാസ്സായതിനു ശേഷം അതോടൊപ്പം തന്നെ അവിടെ ഒരു ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി പിന്നെ പാസ്സായാലാണ് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ആ ടെസ്റ്റിനകത്ത് ഈ ആർട്ടിനകത്ത് ഈ AAT, അതായത് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ജിയോമെട്രിക്കൽ ഡ്രോയിങ്, ഇമാജിനേഷൻ, എസ്തെറ്റിക് സെൻസിറ്റിവിറ്റി, 3 ഡയമെൻഷണൽ പെർസ്പെക്ഷൻ, ആർക്കിടെക്ചർ അവയർനെസ്, ഇങ്ങനെ പല കാരണങ്ങളും ആ കുട്ടിയുടെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ മൊത്തം ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് നടക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെയൊക്കെ സീറ്റ് അലോക്കേഷൻ നടക്കുന്നത് നേരത്തെ പറഞ്ഞ ജോസഫ് വഴിയാണ്. അത് നമ്മൾ ആ സൈറ്റുകളിൽ പോയാൽ മനസ്സിലാവും. ഇനി കേരളത്തിൽ ഒരു IIT ഉള്ളത്, 23 IITകളിൽ കേരളത്തിലെ ഏക IIT പാലക്കാടാണ്. പക്ഷെ പാലക്കാട് അതിന്റെ റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ IITകളിൽ ലാസ്റ്റ് ആയിട്ടാണ് ഈ പാലക്കാട് വരുന്നത്. കാരണം അതൊരു പുതിയ IIT ആണ്. പ്ലസ് അവിടെ എമർജിങ് കോഴ്സുകളൊന്നും അങ്ങനെയില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, ഇലക്ട്രിക്കൽ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഈ പിന്നെ 5 എണ്ണത്തിലാണ്, 5 എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് പാലക്കാട് IITയിലുള്ളത്. ആ ക്യാമ്പസ് വളരെ മനോഹരമായ സ്ഥലത്താണ്. പക്ഷേ ഒരു റാങ്കിങ് നോക്കുമ്പോൾ, IITകളുടെ റാങ്കിങ് നോക്കുമ്പോൾ അത് കുറച്ച് പുറകിലായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ബാക്കിയുള്ളതൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. ടീമാണ് പിന്നെ ഇന്നലെ ഇവിടെ സംസാരിച്ചതാണ്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് പിന്നെ കുട്ടികൾ എഴുതുന്നതാണ് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ മാത്രമല്ല. ഒന്ന് പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, 2 പിന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾ, BPharm, MBBS പോലുള്ള MBBS റിലേറ്റഡ് ആയിട്ടുള്ള MBBS മെഡിക്കൽ കോഴ്സുകൾ, യുനാനി, അഗ്രികൾച്ചർ, സിദ്ധ, ഹോമിയോപ്പതി പോലുള്ള കോഴ്സുകൾ. പിന്നെ എൻവയോൺമെന്റൽ സയൻസുമായി ബന്ധപ്പെട്ടത്, ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടത്, ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ടത്, വെറ്റിനറിയുമായി ബന്ധപ്പെട്ടത്, ഫിഷറീസുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിലും കീമിനകത്ത് അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. ചില കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതി, ചില കോഴ്സുകൾക്ക് നമ്മൾ ടെസ്റ്റ് എഴുതുകയും വേണം.
അപ്പോൾ അതിന്റെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പരീക്ഷ എഴുതിയതിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമിന്റെ സ്കോർ വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 50-50 മാർക്കാണ്. 50 മാർക്ക് കീമിൽ നിന്ന് എടുക്കും, 50% മാർക്ക് +2ന്റെ മാർക്കാണ്. അപ്പൊ നേരത്തെ JEE മെയിൻ ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മൾ +2ന്റെ മാർക്ക് പരിഗണിക്കുന്നേ ഇല്ല. പക്ഷേ ഇവിടെ കേരളത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ കേരള കുട്ടികളായിരിക്കുമല്ലോ, അപ്പോൾ ബോർഡ് എല്ലാവരും എക്സാം എഴുതിയേക്കുന്നത് ഏകദേശം എല്ലാവരും സെയിം ആയിരിക്കും. പിന്നെ അവിടെ വരുന്നത് പിന്നെ CBSE കുട്ടികളും ബോർഡ് എക്സാമും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് അവരെ സ്റ്റാൻഡർഡൈസ് ചെയ്യും, നോർമലൈസ് ചെയ്യും. അങ്ങനെ പകുതി മാർക്ക് പരിഗണിച്ചിട്ടാണ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പരിഗണിക്കുന്നത്. ഇനി ആർക്കിടെക്ചർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 200 മാർക്സ് നാറ്റയുടെ ടെസ്റ്റ് പാസ്സാകണം. പിന്നെ ഒപ്പം എന്താണ് +2 മാർക്ക് 200 മാർക്സ് ഇട്ടിട്ട് അത് രണ്ടും കൂട്ടിയിട്ടാണ് ഈ ആർക്കിടെക്ചർ കോഴ്സിന്റെ പിന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ BAMS ഒഴികെ നമ്മൾ പിന്നെ ആയുർവേദ കോഴ്സ് ഒഴികെ നീറ്റ് സ്കോർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി, പരീക്ഷ എഴുതണമെന്നില്ല. ഇനി ആയുർവേദ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് സ്കോറിന്റെ കൂടെ 8 മാർക്ക് അഡീഷണൽ ആയിട്ട് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് +2 പഠിച്ച കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ BPharm കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കീമിനകത്ത് തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാർക്കാണ് നമ്മൾ പിന്നെ പരിഗണിക്കുന്നത്. അത് വേറെ ടെസ്റ്റ് ആയിട്ടാണ് ഇത്തവണ നടത്തിയത്. അതിന് പിന്നെ നമ്മൾ ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് പ്യുവർലി സെപ്പറേറ്റഡ് ആയിട്ടല്ല നടത്തിയത്, എങ്കിലും സെപ്പറേറ്റ് സെഷൻ ആയിട്ടാണ് നമ്മൾ നടത്തിയത്. അത് അതിന്റെ അക്കാഡമിക് എലിജിബിലിറ്റി ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കോഴ്സുകൾക്കും വ്യത്യാസമുണ്ട്. അത് ഓരോന്നും ജസ്റ്റ് പിന്നെ അതുവഴി അഡ്മിഷൻ കിട്ടുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, ഓരോ വകുപ്പുകളുടെയും കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ഫിഷറീസ് കോളേജുകൾ, പിന്നെ ഗവൺമെന്റിന്റെ പല പിന്നെ ബോർഡുകളുടെയും കീഴിലുള്ള കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകൾ, അവിടെ കിട്ടുന്ന കോഴ്സുകൾ എഞ്ചിനീയറിംഗിന്റെ തന്നെ 58ലധികം സ്ട്രീമുകൾ എഞ്ചിനീയറിംഗ് സെഷനിൽ മാത്രം കേരളത്തിൽ നിന്ന് പല പേരുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, പിന്നെ ഈ നമ്മൾ വെറൈറ്റി കോഴ്സുകൾ എടുക്കുന്നതിന് പകരം കോർ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് റിസർച്ചൊക്കെ താല്പര്യമുള്ള, ഹയർ സ്റ്റഡീസിനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ കോർ കോഴ്സുകൾ പഠിക്കുകയും അതിനുശേഷം, കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ പരസ്യം, ചില പിന്നെ സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയൊക്കെ പരസ്യം നല്ലതായിരിക്കും. പരസ്യം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങളും അതിന്റെ ടൈറ്റിലുകളൊക്കെ കൊടുക്കും. പക്ഷെ അവരുടെയൊക്കെ ലാബ് പഴയ ലാബ് തന്നെ ആയിരിക്കും. ലാബിനകത്ത് പ്രത്യേകിച്ച് അഡ്വാൻസ്മെന്റ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് അവിടെ ഒരു പ്രാക്ടീസ് കിട്ടുകയോ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് നമ്മൾ കോർ പിന്നെ സ്ട്രീമാണ് എഞ്ചിനീയറിംഗിൽ എടുക്കുന്നതെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നീട് നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചിനും വേണ്ടിയിട്ട് മാറ്റുവാനും അവസരം ഉണ്ടാകും എന്നുള്ളത് കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. ഇത് നമുക്ക് മെഡിക്കൽ കോളേജുകളുടെ സീറ്റ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സീറ്റ്, BDS കോഴ്സുകൾക്കുള്ളത്, ഇത് പിന്നെ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അലൈഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ പിന്നെ സെൽഫ് ഫിനാൻസിങ് പിന്നെ യുനാനി കോളേജ് കേരളത്തിൽ ഒരെണ്ണം ഉള്ളത്, മർക്കസിന്റെ അവിടെ ഉള്ളത്. സിദ്ധ കോളേജ് കേരളത്തിൽ ഒരെണ്ണം ഉള്ളത്, ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, അത് തിരുവനന്തപുരത്താണ് 50 സീറ്റ്, യുനാനിക്ക് 60 സീറ്റാണ് ഉള്ളത്. പിന്നെ ഫാർമസി കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജുകൾ, പിന്നെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ബയോടെക്നോളജി, അങ്ങനെ അത് ഇതുമായി ബന്ധപ്പെട്ട ഫിഷറീസ് കോളേജുകളിലുള്ള ഓരോ കോഴ്സുകൾ, അതിന്റെ നമ്പർ ഓഫ് സീറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കീമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൺലൈൻ അലോട്ട്മെന്റ് നടത്തുന്നത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ CEയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് നടത്തുകയും വേണം. എഞ്ചിനീയറിംഗ് തന്നെയുള്ള വേറൊന്നാണ് VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവർക്ക് പിന്നെ 5 ക്യാമ്പസുകളാണുള്ളത്. വെല്ലൂരാണ് അതിന്റെ മെയിൻ ക്യാമ്പസ്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് അതിന് ഓഫ് ക്യാമ്പസുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു VIT EEE എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാം ആണ്. അതിന്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്ന് കണ്ടാണ് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആ എൻട്രൻസ് എക്സാം ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷനിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഫീസ് സ്ട്രക്ചറിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ഫീസ് സ്ട്രക്ചർ തന്നെ നമ്മൾ കാറ്റഗറി ആയിട്ട് അതിന്റെ ഗ്രൂപ്പ് പ്രോഗ്രാമിന്റെ കാറ്റഗറി ഉണ്ട്, റാങ്കിന്റെ കാറ്റഗറി ഉണ്ട്. അതായത് ടോപ്പ് പിന്നെ 1 to 6% വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫീസ് റിഡക്ഷൻ ഉണ്ട്. പിന്നെ റാങ്ക് കൂടുന്ന അനുസരിച്ചിട്ട്, റാങ്ക് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യമാണല്ലോ.
റാങ്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്പറാണ് വേണ്ടത്. റാങ്ക് കൂടി കൂടി പോയി കഴിഞ്ഞാൽ അത് മോശം കാര്യമാണ്. അങ്ങനെ കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഫീസ് കൂടും എന്നുള്ളത് കൂടി നമ്മൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയുള്ള വേറൊരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് ബിറ്റ്സാറ്റ്, അതായത് ബിറ്റ്സ് പിലാനി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബിറ്റ്സ് അഡ്മിഷൻ ടെസ്റ്റ്. അതിന് അവർക്ക് പിന്നെ പിലാനിയിലാണ്, രാജസ്ഥാനിലാണ് അതിന്റെ മെയിൻ ക്യാമ്പസ്. പിന്നെ ഗോവയിലും ഹൈദരാബാദിലുണ്ട്. ഈ ഹൈദരാബാദിലുള്ള ക്യാമ്പസിനേക്കാൾ കുറച്ചുകൂടി നല്ല ക്യാമ്പസ് ഗോവയിലാണ്. രണ്ടാമത്തെ പരിഗണന കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് ഗോവ ക്യാമ്പസ് ആണ്. അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അവിടെ ഫീസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ 100% പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലേ ഇനിയിപ്പോ ഫീസ് കൂടുതൽ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടിയാൽ 20 lakhs 15 lakhs അല്ലെങ്കിൽ 25 lakhs ഒക്കെ പെർ ആനം നമുക്ക് പാക്കേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത കാശ് ഉടനെ തന്നെ മുതലാവും. അപ്പൊ അതുകൊണ്ട് പ്ലേസ്മെന്റുകൾ കൂടുതലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫീസ് കൂടുതലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പിന്നെ ഉപകാരപ്രദമായിരിക്കും. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫോറിൻ പിന്നെ കൊളാബറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ആദ്യത്തെ 2 കൊല്ലം ഇവിടെയും പിന്നെ 2 കൊല്ലം പുറത്തൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അതും അതിൽപ്പെട്ട ഒന്നാണ് ഈ പിന്നെ ബിറ്റ്സ് പിലാനി ക്യാമ്പസ്. അതിന്റെയും പരീക്ഷ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ആണ്. പിന്നെ ഉള്ളത് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. നമ്മുടെ കൊച്ചിയിലുള്ള കുസാറ്റിലെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ടെസ്റ്റ് ആണ്. അവിടെയും എഞ്ചിനീയറിംഗിന്റെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുസാറ്റാണ് പാസ്സാകേണ്ടത്. കുസാറ്റ് ക്യാറ്റ് എക്സാം ആണ് പാസ്സാകേണ്ടത്. പല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുണ്ട് അവിടെ. പിന്നെ ചിലത് അവിടെ ഉപയോഗിക്കുന്ന ഈ മറൈൻ എഞ്ചിനീയറിംഗ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുസാറ്റിന്റെ സ്കോർ അല്ല ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നമ്മൾ പറയും IMUവിന്റെ ഒരു സ്കോറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വേറെ ചില കോഴ്സുകൾക്ക് അവരുടേതായിട്ടുള്ള ഇപ്പൊ ബിടെക്കിന്റെ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. അത് പിന്നെ കുസാറ്റിന്റെ സ്കോർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പല കോഴ്സുകളുണ്ട്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്, വൊക്കേഷണൽ പ്രോഗ്രാമുകളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട, ഇനിയുണ്ട് കേട്ടോ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സ്ട്രീമുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമുകളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇനി അടുത്തത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ്. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ സാധാരണ പറയുന്നത് നീറ്റ് ആണ്. നീറ്റ് സ്കോർ പിന്നെ ആയുഷ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എയിംസിൽ, ജിപ്മറിൽ, പ്രൈവറ്റ് അൺഎയ്ഡഡ് എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിൽ, നോൺ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് നീറ്റ് എക്സാം നടത്തുന്ന സാധാരണ ഏകദേശം 1 ലക്ഷത്തോളം MBBS സീറ്റുകൾക്ക് വേണ്ടി 26,000-ഓളം BDS സീറ്റുകൾ, 52,000-ഓളം ആയുഷ് സീറ്റുകൾ, അതായത് പിന്നെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇങ്ങനെയുള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ 603-ഓളം വൊക്കേഷണൽ സയൻസുമായി ബന്ധപ്പെട്ട് അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് 1,800 2,000-ഓളം എയിംസ് സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജിപ്മറിന്റെ 250-ഓളം സീറ്റുകൾ. ഇങ്ങനെയുള്ള 612-ഓളം മെഡിക്കൽ, ഡെന്റൽ, 10,000-ഓളം ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ നീറ്റ് സ്കോർ പിന്നെയും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ നീറ്റ് സ്കോർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് പൊതുവെ, ഈവൻ നമ്മൾ പുറത്ത് പോയി MBBS ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. പുറത്ത് വിദേശത്താണ് നമ്മൾ മെഡിക്കൽ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ നീറ്റ് എലിജിബിൾ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പൊ നീറ്റിന്റെ പരീക്ഷയുടെ ഇത്തവണ ഒരു പുതിയ പിന്നെ കഴിഞ്ഞ കൊല്ലം വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സ്കൂളിൽ പഠിച്ച കുട്ടിക്കും ഇത്തവണ, അതായത് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ച കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നീറ്റ് എഴുതാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പല പരീക്ഷകൾ പല സ്ഥലങ്ങളിൽ, പ്രധാനമായിട്ട് നീറ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജി, ഈ 3 ബയോളജി തന്നെ ബോട്ടണിയും സുവോളജിയുമാണ്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വ്യത്യാസത്തോടു കൂടി കഴിഞ്ഞ കൊല്ലം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഡിസ്കഷനിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നീറ്റ് ഭയങ്കര ടഫ് ആയിരുന്നു, പിന്നെ കുട്ടികൾക്ക് പൊതുവെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് കുറയുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ വീടുകളിലുള്ള ആളുകളോ ഒക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ചൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 180 ക്വസ്റ്റ്യൻസും ഉള്ളത്, ആ 180 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. മൊത്തം ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ ആണ് 150 മാർക്കിൻ്റെത്, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ ആണ് 150 മാർക്കിൻ്റെത്, ബയോളജിയിൽ നിന്ന് ബോട്ടണി സുവോളജിയും കൂട്ടിയിട്ട് 90 ക്വസ്റ്റ്യൻ ആണ് 360 മാർക്ക്. അപ്പോൾ 360-ഉം 360-ഉം ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. 720 മാർക്കിനാണ് നമ്മൾ. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ പിന്നെ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 600 താഴെ ആയിരിക്കും എന്തായാലും വരുന്നത് എന്നുള്ളത്. ഈ നീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഓൾ ഓവർ ദി വേൾഡ് ഈ പരീക്ഷ എഴുതുന്നുണ്ടോ എന്നുള്ളതാണ്. മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ഖത്തർ, ഒമാൻ, മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ, നൈജീരിയ പോലുള്ള
പിന്നെ രാജ്യങ്ങളിലൊക്കെ ഈ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഈ പരീക്ഷ നടന്നതിന് ശേഷം മെഡിക്കൽ കോളേജുകളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഓരോ അതോറിറ്റികളാണ്, ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ട്, ആയുഷ് കോളേജ്, പിന്നെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട്, ഹോമിയോ പിന്നെ കോളേജുകളുമായി ബന്ധപ്പെട്ട അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത് വിവിധ പിന്നെ വെബ്സൈറ്റുകൾ വഴിയാണ്. അപ്പോൾ അത് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ഈ വെബ്സൈറ്റുകൾ പിന്നെ കയറി കഴിഞ്ഞാലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിത് സ്പീഡിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ആവശ്യമില്ല, ആവശ്യമുള്ളവർ അതിനകത്ത് റിസർച്ച് ചെയ്യുകയും അതിന്റെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നീറ്റ് കൊണ്ടുള്ള വേറൊരു ഗുണമാണ് ഇന്നലെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, മിലിറ്ററി നഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട പിന്നെ 6ഓളം ആംഡ് ഫോഴ്സ് മെഡിക്കൽ സ്കൂൾസ് ഉണ്ട്. അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ടുള്ള ഗുണം എന്താണ്, ആ നീറ്റ് അവിടെ നേഴ്സിംഗ് കോഴ്സിന് BSc നേഴ്സിംഗ് കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ അവിടെ എന്താ നോക്കുന്നത്, പിന്നെ ഒന്ന് 50% മാർക്ക് +2 ഉണ്ടാവണം, പിന്നെ നീറ്റ് ക്വാളിഫിക്കേഷനാണ് നോക്കുന്നത്. സെലക്ഷൻ എങ്ങനെയാണ്, സെലക്ഷൻ നമ്മളവിടെ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, അത് CBT മോഡലുള്ള ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ്, TOGIG. പിന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആണ്, ഇന്റർവ്യൂ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം, അതായത് ഹൈറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈറ്റും വെയിറ്റും മെഡിക്കലി ഫിറ്റ് ആയ ആളുകൾ നോക്കൂ, ആ കുട്ടികൾ യൂണിഫോം ഇട്ടിട്ട്, അതായത് നേഴ്സിന്റെ യൂണിഫോം ഇട്ടിട്ടല്ല വർക്ക് ചെയ്യുന്നത്. നോക്കൂ, അവര് ആർമിയുടെ ആംഡ് ഫോഴ്സിന്റെ മിലിറ്ററി ഫോഴ്സിന്റെ പിന്നെ ഒരു പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യണം, പിന്നെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സുകൾ മൊത്തം സ്പോൺസർ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ യൂണിഫോം ആയിക്കൊള്ളട്ടെ, പിന്നെ ഫീസ് ആയിക്കൊള്ളട്ടെ, എല്ലാം പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മിലിറ്ററി ആയിരിക്കും, ആർമി ആയിരിക്കും എന്നുള്ള. പക്ഷെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അൺമാരീഡ് ആയിരിക്കണം, രണ്ടാമത്തത് എന്താണ്, 4-5 കൊല്ലം അവിടെ വർക്ക് ചെയ്യാമെന്നുള്ള ബോണ്ട് നമ്മൾ ഒപ്പിട്ടാൽ മാത്രമാണ് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. നിർബന്ധിത സേവനം എന്ന രീതിയിൽ നമ്മൾ ആർമിയെ സേവിക്കുക, കാശ് കിട്ടും, ശമ്പളം കിട്ടും, പക്ഷെ അത് നിർബന്ധമായിട്ടും അവിടെ വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. ഞാനിവിടെ പറയാൻ കാരണം ഇത് നീറ്റുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഈ എൻട്രൻസ് എക്സാമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാർക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ മാർക്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിംഗിൾ മാർക്ക് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യുവർ നീറ്റ് ഡ്രീം എന്നുള്ളതാണ്. നീറ്റ് മാത്രമല്ല കേട്ടോ, ഒരു മാർക്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു മാർക്കിന് എന്ത് വിലയുണ്ടാവും, ഒരു മാർക്കിന് ഇപ്പൊ നമ്മൾ വില കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ അങ്ങനെ വില ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വ്യത്യാസം ഒരു മാർക്കിന് വരും എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് പിന്നെ മെഡിക്കൽ കോളേജിലും ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് അവസാനം കിട്ടിയ കുട്ടിയുടെ റാങ്ക് ഒന്ന് നോക്കുക. നമ്മൾ അവസാനം കുട്ടിയുടെ റാങ്കിന്റെ മാർക്ക് നോക്കുക. അതിപ്പോ നമ്മൾ ഒരു 550 ആണെന്ന് വിചാരിക്കുക. ഈ 549 കിട്ടിയ കുട്ടിക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ലാസ്റ്റ് ആള് 550 ആളാണ്. ഞാനൊരു ഒരു കണക്ക് പറയുന്നതാണ്. 549 കിട്ടിയ ആൾക്ക് എന്തുണ്ടാവില്ല, കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ സ്വാഭാവികമായും പോകാൻ സാധ്യതയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. അങ്ങനെ പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS പഠിക്കാൻ പോകുമ്പോൾ, ഗവൺമെന്റ് കോളേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ പിന്നെ മെസ് ഫീസും പിന്നെ ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീസൊക്കെ ഉൾപ്പെടെ പരമാവധി ഒരു വർഷം ഒരു 40,000 രൂപ കൂട്ടും നമ്മൾ. അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് 2 ലക്ഷം രൂപയേ ആവുള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പിന്നെ ട്യൂഷൻ ഫീസ്, മെസ്, ഹോസ്റ്റല് ഒക്കെ കൂടി ഏകദേശം വർഷത്തിൽ എത്ര രൂപ വരും, ഒരു 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ വരും. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് 40 ലക്ഷം രൂപ 45 ലക്ഷം രൂപ വരും. അപ്പോ 2 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് MBBS പൂർത്തിയാക്കാം, 40 ലക്ഷം കൊണ്ട് നമുക്ക് MBBS പൂർത്തിയാക്കാം. NRI കോട്ടയാകുമ്പോൾ വേറെ വ്യത്യാസം വരും, അതിനേക്കാൾ കൂടുതൽ വരും, കോടികൾ വരും. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ പോകുന്ന മാർക്കിന്റെ ലക്ഷങ്ങളാണ് അതിന്റെ വിലയായിട്ട് നമുക്ക് ഈ അർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ എപ്പോഴും ഓരോ മാർക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വീണ്ടും ഒന്നുകൂടി സ്പീഡാക്കിയാണ്. നമ്മൾ പിന്നെ ആർക്കിടെക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് NAT, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ട്. അത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പല അതിന്റെ ഫീസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട കോളേജ് അതിന്റെ സീറ്റുകൾ അതിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത, നാറ്റയിൽ നമ്മൾ ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ പിന്നെ പരിശോധിക്കപ്പെടുന്നത് നമ്മുടെ സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ സ്കില്ലുണ്ടല്ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ കോമ്പോസിഷൻ ആൻഡ് കളർ, അങ്ങനെ കുറെ സ്കില്ല്
അത് പിന്നെ നാറ്റയുടെ ക്വസ്റ്റിന്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പാർട്ടും ഓരോന്നാണ്. അതിൽ പിന്നെ ഇപ്പോൾ ഇതുണ്ടോ, ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യു ആർ ആൻ ആൻഡ് ടു ഓൺ ദ ടോപ്പ് ഓഫ് എ ഹാഫ് ഈറ്റൺ പിസ്സ ഇൻസൈഡ് എ പിസ്സ ബോക്സ്. ഒരു പിസ്സ ബോക്സിനകത്ത് പകുതി കഴിക്കപ്പെട്ട പിസ്സയുടെ മുകളിലുള്ള ഒരു ആൻഡ് ആണ്, ഒരു ഉറുമ്പാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ദ കവർ ഓഫ് ദ പിസ്സ ബോക്സ് ഈസ് ഹാഫ് ഓപ്പൺ. പിസ്സ ബോക്സിന്റെ ബോക്സ് പകുതി തുറന്നിട്ടുണ്ട്. യു ക്യാൻ സീ ദ പെപ്സി ബോട്ടിൽ ആൻഡ് എ കപ്പ് ഔട്ട്സൈഡ് ദ ബോക്സ്. ആ ബോക്സിന് പുറത്ത് എന്തുണ്ട്? ഒരു പെപ്സി കുപ്പി ഇരിപ്പുണ്ട്, ഒരു കപ്പ് ഇരിപ്പുണ്ട്. ഡ്രോ ദ ആ സീൻ നിങ്ങൾ വരക്കുക. അതായത് നിങ്ങൾ ആൻഡായി നിന്നുകൊണ്ട് നിങ്ങൾ കാണുകയാണ് ഈ പിസ്സയുടെ മുകളിൽ ഇരിക്കുന്ന നിങ്ങൾ പുറത്ത് കാണുന്ന ആ കാഴ്ച മൊത്തത്തിൽ വരക്കുക. ഇത് വരക്കണമെങ്കിൽ നിസ്സാര കഴിവ് പോരല്ലോ. ആ കഴിവുള്ളവനാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഫീൽഡിലേക്ക് പോകേണ്ടത് എന്ന് ചുരുക്കത്തിൽ അർത്ഥം. പറയണ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രസം കേട്ടോ ഈ പരീക്ഷ. ഇത് ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാടുകളിലുണ്ട് കേട്ടോ. പെൻസിലും ഇറേസറും ഷാർപ്പനറും ഉപയോഗപ്പെടുത്തിയിട്ട് സ്റ്റേബിൾ കോമ്പോസിഷൻ ഉണ്ടാക്കണം. അടിക്കടിക്ക് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. കാരണം ആർക്കിടെക്ചേഴ്സ് ആണല്ലോ, അവര് സ്ട്രക്ചേഴ്സ് ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായും അവർക്ക് അതിനകത്ത് സ്കിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഫിസിക്സ് എന്ത് പഠിച്ചു, കെമിസ്ട്രി എന്ത് പഠിച്ചു, ബയോളജി എന്ത് പഠിച്ചു, മാത്സ് എന്ത് പഠിച്ചു എന്നതിനപ്പുറം അതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്കില്ല് ആപ്റ്റിറ്റ്യൂഡുകൾ മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാകും. അത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ, പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. വേറൊന്ന് ഉള്ളത് എനിക്ക് തോന്നുന്നു, അക്ഷർ സാറേ ഇനി എത്ര പേരുണ്ട്? അവിടെ നമുക്ക് ഡിസ്കഷൻ ഉൾപ്പെടെ 9 വരെ പോകാം. എങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി ഞാൻ പറയാലോ അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് അടുത്തത് മാനേജ്മെന്റ് കോഴ്സാണ്. മാനേജ്മെന്റിൽ താല്പര്യമുള്ള കോഴ്സുകൾക്ക്, പിന്നെ കുട്ടികൾക്ക് പ്ലസ് ടു പാസ്സായ എല്ലാ കുട്ടികൾക്കും അതിനകത്ത് പോവാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അവരാണ് IIMകളാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളത്. കേരളത്തില് പിന്നെ കോഴിക്കോട് ഒരു IIM ഉണ്ട്. 21 IIMകളാണ്. പിന്നെ അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെയൊക്കെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാനത് വീണ്ടും പറയുന്നില്ല. പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളാണ് മാനേജ്മെന്റ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളത് നാഷണൽ ലെവലിൽ. ഒന്ന് ജിപ്മാറ്റും ഒന്ന് IP മാറ്റുമാണ്. IP മാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ IIMകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ്. IPM പ്രോഗ്രാമുകൾ എന്നാ പറയുന്നത്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. അത് പിന്നെ ഇപ്പോൾ ഉള്ളത് 3 സ്ഥലത്താണ്. ഒന്ന് ഇൻഡോറില്, രോഹത്തില്, അതുപോലെ രാഞ്ചി. ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ്, 3 IIMകളിലാണ് ഇതുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പരീക്ഷ പ്ലസ് ടു പാസ്സായ ആർക്കും നമുക്ക് എഴുതാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. പ്ലസ് ടു പാസ്സാകണം, 60% മാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന്റെ സ്കില്ലുകൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വെർബൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് പിന്നെ ഇത്തരം പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. വേറൊന്ന് ജിപ്മാറ്റ് ആണ്. ജിപ്മാറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ജമ്മു ആൻഡ് ബീഹാറിലെയും ജമ്മുവിലെയും 2 IIMകളിലേക്കുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. അതിന്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, കാലിക്കറ്റിലുള്ള IIMല് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോഴ്സ് ഇക്കൊല്ലം ആരംഭിക്കുന്നുണ്ട്. ഇക്കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025-26 അത് തുടങ്ങുന്നത്. അത് അവരുടെ കാലിക്കറ്റ് ക്യാമ്പസിലല്ല, അതിന്റെ ഓഫ് ക്യാമ്പസ് ആയിട്ട് കൊച്ചി ക്യാമ്പസിലായിരിക്കും ഉണ്ടാകുന്നത്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. അതിന് പല ഓപ്ഷൻസും, പിന്നെ മേജർ മാനേജ്മെന്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും മൈനർ കോഴ്സുകളായിട്ട് പല ഫീൽഡുകളും നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്ലസ് ടു പാസ്സായ ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ അഡ്മിഷൻ കിട്ടും. അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് അല്ലാതെ ഒരു വഴിയുള്ളത്, ഈ പരീക്ഷ എഴുതാതെ ഒരു വഴിയുള്ളത്, JEE മെയിൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അഡ്മിഷൻ എടുക്കാം. JEE മെയിന്റെ സ്കോർ പരിഗണിച്ചിട്ടും അവിടെ അഡ്മിഷൻ ഉണ്ടാവും. പക്ഷേ IIM BMS AT അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് പൊതുവെ അവിടെ എന്ത് ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ വെർബൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, ഈ 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. പിന്നീട് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് നല്ല മാർക്ക് ഉണ്ട്. അതുകൂടി ചേർത്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പിന്നെ ഇടുന്നത്. ആ കോഴ്സ് നല്ലൊരു ചാൻസ് ആണ്. പുതിയ കോഴ്സാണ്. 2025-26 അത് തുടങ്ങുന്നത്. അതിന് ഫീസ് സ്ട്രക്ചർ വരുന്നത് 7 ലക്ഷം രൂപയാണ് പെർ ഇയർ ആ പ്രോഗ്രാമിന്. 70,000 രൂപയാണ് പെർ ഇയർ ആ പ്രോഗ്രാമിന് വരുന്നത്. ഹോസ്റ്റൽ ഫീസ്, മെസ് അതിന് എക്സ്ട്രാ വരും. പിന്നെ
പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര IIM പഠിക്കുന്ന ബാക്കിയുള്ള ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ നമ്മൾ വഹിക്കണം. നമ്മൾ പുറത്തു പോയി അതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്, വിദേശ രാജ്യത്ത് പോയി അതിന്റെ കൊളാബറേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫീസ് കൂടി നമ്മൾ വഹിക്കണം എന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ലോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞാൻ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലാറ്റ് എക്സാം, സ്ലാറ്റ് എക്സാം, എയിലെറ്റ്, ക്ലീ, എൽസാറ്റ് എക്സാം ഇത്തവണത്തോടു കൂടി നിർത്തി, ഇത്തവണ ഇല്ല. പിന്നെ കുസാറ്റിന്റെ, അതായത് ലോ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണത്. അത് പിന്നെ പല ടെസ്റ്റുകളുണ്ട്, അതിന്റെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ഉള്ള ഒരെണ്ണം ഞാൻ ഒന്ന് പറയാം, അത് ക്ലാറ്റ് എക്സാം ആണ്. ഈ ക്ലാറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാമുകളാണ് അത്. കൊച്ചിയിൽ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചി ഉൾപ്പെടെയുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള, പിന്നെ വേറെ യൂണിവേഴ്സിറ്റികളും ഈ സ്കോർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ വെല്ലൂരാണെങ്കിലും അമിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളും ഈ സ്കോർ ഉപയോഗപ്പെടുത്തിയിട്ട് ലോ കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സാം ആണ്. സ്ലാറ്റ്, സിംബയോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റ്, സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, ഇന്റർനാഷണൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ്. എയിലെറ്റ് എന്നുള്ളത് നാഷണൽ ലെവലിൽ നടക്കുന്ന വേറൊരു, അതായത് പിന്നെ ഡൽഹി നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയിലെറ്റ് എക്സാം ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ അത് അതിന്റെ ക്യാമ്പസ് ആണ്, അത് അവിടെയുള്ള പ്രോഗ്രാം. അപ്പോൾ LLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ടാവും, BA പ്രോഗ്രാം ഉണ്ടാവും, BSc പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് അതിന്റെ സ്പെഷ്യലൈസേഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഏതാണ് നമുക്ക് താല്പര്യമുള്ളത് അതാത് സൈറ്റുകളിൽ കയറിയിട്ട് നമ്മൾ നോക്കണം. ഇനി കേരളത്തിന്റെ ആണെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കേരളത്തിൽ വരുന്നത്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതിന്റെ കോളേജുകൾ, സീറ്റുകൾ ഞാൻ പറയുന്നത്. ഈ എൽസാറ്റ് ഓൾറെഡി നിർത്തി. ഇപ്പോൾ എൽസാറ്റ്, ഈ എൽസാറ്റിന് അത് ഒരു ഫോറിൻ കമ്പനിയാണ്, ഫോറിൻ പാർട്ടിയാണ് അത് ശരിക്കും നടത്തിക്കൊണ്ടിരുന്നത്. അവര് ഇന്ത്യയെ അതിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ബിറ്റ്സ് പിലാനിയുടെ ഒക്കെ ബിറ്റ്സ് ലോ സ്കൂളൊക്കെയാണ്. അപ്പോൾ ഇത്തവണ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്കോറുകൾ, ക്ലാറ്റ് പോലുള്ള സ്കോറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തവണ അവർ പിന്നെ അവർ സ്വന്തമായിട്ടൊരു ലോ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ എൽസാറ്റ് നിന്നു എന്ന് വിചാരിച്ചിട്ട് വേറെ വിഷയമൊന്നുമില്ല. പിന്നെ കുസാറ്റിന്റെ ലോ അഡ്മിഷൻ ടെസ്റ്റും കുസാറ്റിൽ നടക്കുന്ന ലോ റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ കിട്ടുവാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തും. പിന്നെ ഉള്ള ഇത് ഞാൻ പറഞ്ഞു, നേരത്തെ പറയാത്ത, ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാത്ത അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിക്കിന്റെ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടേത്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHUവിന്റെ ഒക്കെ വിവിധ തരത്തിലുള്ള എൻട്രൻസ് പ്രോഗ്രാമുകൾ ഉണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് UCED, NIFT, NID, KSDAT ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, പിന്നെ എൻട്രൻസ് എക്സാമുകൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ IIT-കളിൽ ഫാഷൻ ഡിസൈനിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ UCED പ്രോഗ്രാം ഉപയോഗിക്കുന്നത്. അത് പിന്നെ ഒപ്പം പിന്നെ ബിറ്റ്സ് പിലാനി പോലുള്ള VIT പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ UCED പ്രോഗ്രാമിന്റെ UCED സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. BDES പ്രോഗ്രാം ഉണ്ട്, BDES MDESന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ വെറും ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, അനിമേഷൻ ഡിസൈനിങ്, ഇന്ററാക്ഷൻ ഡിസൈനിങ്, മൊബിലിറ്റി ആൻഡ് വെഹിക്കിൾ ഡിസൈനിങ്, പ്രൊഡക്റ്റ് ഡിസൈനിങ്. ഈ പ്രൊഡക്റ്റ് ഡിസൈനിങ് തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സെറാമിക്, പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഡിവിഷൻ വരും. ഇന്ററാക്ഷൻ ഡിസൈനിങ്, അങ്ങനെ ഫിലിം ആൻഡ് അനിമേഷൻ. പക്ഷെ എല്ലാം എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏത് ഫീൽഡിലാണോ ടാലന്റഡ് ആയിട്ടുള്ളത് ആ ടാലന്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് ആ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന്റെ പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിങ് ആണ്. സ്വാഭാവികമായും അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പാർട്ട് എയിലും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ സ്കെച്ചിങ് വരുന്നുണ്ട്. നോക്കിയേ, സ്കെച്ചിങ് ആൻഡ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ്. അത് ഓരോ ക്വസ്റ്റ്യൻ ആണ് ഉള്ളൂ. പക്ഷെ ആ ഓരോ ക്വസ്റ്റിനും 50 മാർക്കാണുള്ളത്. അപ്പൊ അത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നോക്കൂ. ഈ UCED-ന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ടോ? ഈ പാറ്റേൺ ഇതിനകത്ത് എവിടെയൊക്കെ ഉണ്ട്, അതായത് ഈ പാറ്റേൺ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക്, മുകളിലേക്ക്, താഴത്തേക്ക്, അല്ലെങ്കിൽ ഡയഗണൽ ആയിട്ട് എത്ര എണ്ണം നിങ്ങൾക്ക് ഈ പാറ്റേൺ അങ്ങനെ ഒബ്സർവ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ സമയം കൺസ്യൂമിംഗ് ആണ്, അല്ലെ, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു സ്റ്റാറിനെ അല്ലാതെ എത്ര സ്റ്റാറിനെ നിങ്ങൾക്ക് വരക്കാൻ കഴിയും? ഒന്നിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ എല്ലാ സ്റ്റാറിന്റെയും കുറഞ്ഞത് 4 മൂലകളെങ്കിലും ഈ നീല വരയിൽ മുട്ടിയിട്ടുണ്ടാകണം. അതാണ് മോളിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എത്ര എണ്ണം വരക്കാനായിട്ട് കഴിയും? അങ്ങനെ വരച്ചു വരുമ്പോഴത്തേക്കും 4 മൂല മുട്ടിയിട്ടുണ്ടാണ്. അതിന് സ്കിൽ ഒരു രീതിയുണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ലൈനിന് പാരലായിട്ട് ഈ ലൈൻ പോവുക, ഈ ലൈനിന് പാരലായിട്ട് അടുത്ത വരക്കുക, പിന്നെയും ഈ ലൈനിന് പാരലായിട്ട് അടുത്ത്, അങ്ങനെ വരക്കുമ്പോഴത്തേക്കും 5 എണ്ണാണ് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന പഠിക്കുന്നത്? നമ്മൾ സാധാരണ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ
പിന്നെ സാധാരണ ചെയ്യില്ലേ ഡിഫറൻസ്, ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് UCDന്റെ ക്വസ്റ്റ്യൻ. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്, സ്കിൽഡ് ആണ്, സ്പീഡായിരിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇത് ഇത് വേറെയാണ്, ഇത് വേറെയാണ്, അങ്ങനെ വ്യത്യസ്തമായ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇത് സമയമെടുക്കും, പക്ഷെ ചെയ്ത കിട്ടുന്നതിന് ഒരു ട്രിക്സ് ഉണ്ടാവും. അങ്ങനെ ട്രിക്സ് UCDനൊക്കെ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. സ്കെച്ചിങ്, ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നിഫ്റ്റുമായി ബന്ധപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാം ആണ്, നിഫ്റ്റിന്റെ എൻട്രൻസ് എക്സാം ആണ്. കണ്ണൂർ ഒരു നിഫ്റ്റ് ഉണ്ട്. അതിനകത്ത് പിന്നെ UG PG പ്രോഗ്രാമുകളുണ്ട്. പിന്നെ അവിടെ പല കോഴ്സുകളുണ്ട്. പല കോഴ്സുകളിൽ പല കണ്ടീഷൻസ് ആണ്. പിന്നെ സീറ്റ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും റിസർവേഷൻ ഇന്ത്യയിൽ അനുസരിച്ചിട്ടുള്ള റിസർവേഷൻ ഉണ്ടാവും. പിന്നെ ഫാഷൻ ടെക്നോളജിയിൽ തന്നെ പിന്നെ പല കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. പിന്നെ NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് പിന്നെ NIDs 7 NIDs ആണുള്ളത്. ആ NIDsiലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ഈ ടെസ്റ്റ് വഴിയാണ്. അത് അതിന് പ്രിലിമിനറി മെയിൻസ് എക്സാമുകളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പല കോഴ്സുകളാണ്. പക്ഷേ കോഴ്സുകൾ പിന്നെ സീറ്റുകൾ വളരെ കുറവാണ്, പക്ഷെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. കേരളത്തിലെ KS ഡാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ LBS സെന്റർ വഴിയാണ് നമ്മൾ ആ പിന്നെ ടെസ്റ്റ് നടത്തുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് സീറ്റുകളിലേക്കും മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള ഗവൺമെന്റ് കോട്ടയിലേക്കുമുള്ള അഡ്മിഷനൊക്കെ നടത്തുന്നത് ഇതുവഴിയാണ്. ഇത് മാത്രമല്ല, ചിലർ UCD പരിഗണിക്കും, ചിലർ പിന്നെ നാറ്റ പരിഗണിക്കും, ചിലർ NID ഡാറ്റ പരിഗണിക്കും, ചിലർ NFT. അത് ഓരോ കോളേജ് വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഫീസ് സ്ട്രക്ചറിൽ ഈ ഡിസൈൻ കോഴ്സുകൾക്ക് പൊതുവേ ഫീസ് കൂടുതലായിരിക്കും എന്നുള്ളത് കൂടി പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വേറൊന്ന്, ഡിഫൻസുമായി ബന്ധപ്പെട്ട് NDA, പിന്നെ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ IMU CET 2 ടെസ്റ്റുകളാണ് ഉള്ളത്. ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് NCH MJE ആണ്. ആർട്സുമായി ബന്ധപ്പെട്ട് CUET UG ആണ് കേട്ടോ. ഇത് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ടോപ്പ് പിന്നെ എൻട്രൻസ് എക്സാമുകളിൽ 2ാം സ്ഥാനം വരുന്ന, നീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു കാറ്റഗറിയിലേക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്നതാണ് CUET എൻട്രൻസ് എക്സാം. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സ്ലൈഡ് ഇങ്ങനെ ഓടിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഇത് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. മാരിടൈം യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്, എഞ്ചിനീയറിംഗ് പഠിക്കാം അവിടെ. പക്ഷെ ഫിസിക്കലി മെന്റലി ഒക്കെ ഫിറ്റ് ആയിരിക്കണം. പിന്നെ മെഡിക്കൽ കാറ്റഗറി 1 and 2 പാസ്സാകണം. മീൻസ് കണ്ണ്, പിന്നെ ചില കോഴ്സുകൾക്ക് കണ്ണ് പ്രശ്നമുള്ളതുണ്ട്, ചില കോഴ്സുകൾക്ക് കണ്ണ് പ്രശ്നമില്ലാത്തതുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് അവരുടെ ബ്രോഷറിലൂടെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പിന്നെ അവിടെയൊക്കെ 100% പിന്നെ പ്ലേസ്മെന്റ് ആണ് കേട്ടോ. പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ഈ പറഞ്ഞ NCH JEE ജോയിന്റ് എക്സാം ആണ്. അതിന്റെ കണ്ടീഷൻസ്, അതിന്റെ കോളേജുകൾ കേരളത്തിൽ കോഴിക്കോട് ഒരെണ്ണമുണ്ട്, മൂന്നാറുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, വയനാടുണ്ട്. ഈ 4 കോളേജുകളിലേക്കാണ് ഈ റാങ്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അഡ്മിഷൻ നടക്കുന്നത്. അല്ലാതെയും ഹോട്ടൽ മാനേജ്മെന്റ് കേരള വേറെ എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. ഞാനിത് പിന്നെ NCH JEE കാര്യമാണ് പറഞ്ഞത്. പിന്നെ CUETയുടെ കാര്യം ഞാൻ പറഞ്ഞു. സാധാരണ നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന പോലെ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഡിഗ്രി 249-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റുകൾക്ക് വേണ്ടിയാണ് പൊതുവെ CUET ഉപയോഗിക്കുന്നത്. പക്ഷേ CUETയുടെ സ്കോർ വേറെ യൂണിവേഴ്സിറ്റികൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ കൊച്ചി ക്യാമ്പസുകളിനകത്തുള്ള ഒരു BBA പ്രോഗ്രാം ഉണ്ട്. അതിന് അവർ CUETയുടെ സ്കോറാണ് ഉപയോഗിക്കുന്നത്, അവരുടെ എൻട്രൻസ് എക്സാമിന്റെ സ്കോറല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ പല യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. 3 ലക്ഷത്തിലധികം UG സീറ്റുകളിലേക്ക് 13 ഭാഷകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പല കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ ആ കോമ്പിനേഷനൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ജാമിയ മില്ലിയ, അലിഗർ, ബനാറസ് ഹിന്ദു, ജവഹർലാൽ നെഹ്റു, IFLU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, മണിപ്പൂർ യൂണിവേഴ്സിറ്റി, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ഇതുണ്ട്. കേരളത്തിലുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കാസർഗോഡ് ഉള്ളത്. ഇതിന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ കോമ്പിനേഷനൊക്കെ എടുക്കുമ്പോൾ പഴയ പോലല്ല, ഇത്തവണ ഉള്ള ഒരു, പിന്നെ ഈ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കും ഈ CUET വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇത്തവണ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ആദ്യം 10 സബ്ജക്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യായിരുന്നു. ഇപ്പൊ 5 സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതില് 1 പിന്നെ സ്വാഭാവികമായിട്ട് ലാംഗ്വേജ് ആയിരിക്കണം, 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. പിന്നെ സബ്ജക്ട് കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ ഏതാണോ ഡിഗ്രിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്ട് കോമ്പിനേഷനിൽ നിന്ന് 3 നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു കോളേജിൽ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് എന്താണ് അവരുടെ റിക്വയർമെന്റ്, എന്തൊക്കെ ആയിരിക്കണം നമ്മൾ പരീക്ഷയിൽ പാസ്സാകേണ്ടത് എന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും. ആ കോഴ്സുകളായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അത് ഞാൻ പറഞ്ഞത് CUT-യുടെ ഒക്കെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അതിന്റെ ആപ്ലിക്കേഷനെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആലോചിച്ച് കോഴ്സുകളെ കുറിച്ചിട്ട്, യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട്, ക്യാമ്പസുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാനുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട്. വേറൊന്ന് ഉള്ളത് ടീച്ചിങ് ഫീൽഡാണ്. നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് 2030 കൂടി ഈ എൻട്രൻസ് എക്സാം എല്ലാ അധ്യാപകർക്കും നിർബന്ധമാകും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടുള്ള ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ടീച്ചിങ് ഫീൽഡ് ഉദ്ദേശിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അത് IIT NIT-കളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അഡ്മിഷൻ. ഇപ്പോൾ കേരളത്തിൽ ഇതുണ്ടോ, ഈ 3 സ്ഥലത്താണ് ഈ സ്കോർ ഉപയോഗപ്പെടുത്തിയിട്ട്. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പിന്നെ അവിടെ BSc B.Ed BA B.Ed BCom B.Ed ഉണ്ട്. NIT-കളിൽ NIT എന്ന് പറഞ്ഞ ഇതുണ്ട്, ഇത് കോഴിക്കോട് NIT ആണ്. അവിടെ BSc B.Ed ഉണ്ട്, പക്ഷേ BA B.Ed പോലുള്ള കോഴ്സുകളില്ല. പിന്നെ സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റിയിൽ BA B.Ed ഉണ്ട്, BA സാൻസ്ക്രിത് B.Ed ഉണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ്. ഇനി മിസ്ലേനിയസ് ടെസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നെസ്റ്റ് ഉണ്ട്, നാഷണൽ എൻട്രൻസ് ടെസ്റ്റ്. അത് പ്രധാനമായും 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് നൈസറിലേക്കും, അതുപോലെ തന്നെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്, അതായത് മുംബൈയിലുള്ള അറ്റോമിക് റിസർച്ച് യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള അഡ്മിഷനാണ് അതിന് നടക്കുന്നത്. പിന്നെ അതിനകത്തുള്ള വേക്കൻസികൾ. പിന്നെ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങോട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ മാത്സ് പഠിച്ചിട്ടുണ്ടാകണം, ട്യൂഷൻ ഫീസ്. പിന്നെ ഉള്ളത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി, പിന്നെ ഇഗ്രുവിന്റെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അവിടെ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിട്ടുണ്ടാകണം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫസ്റ്റ് ഇയറിന്റെ ഫീസ്, വർഷത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 ലക്ഷത്തോളം രൂപ 4 ഗഡുക്കളായിട്ട് നമ്മൾ അടക്കണം. പിന്നെ നമ്മൾ 10-17 അല്ലെങ്കിൽ 19 ലക്ഷത്തോളം രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന വിമാനത്തിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. വേറൊന്ന്, ഇപ്പോൾ ഈ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഇനി ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫോറൻസിക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്. അവിടെ പല മീൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, BSc നോർമൽ കോഴ്സുകളുണ്ട്, ക്രിമിനോളജി, ഫോറൻസിക് സയൻസ് ഒക്കെ പോലുള്ള BBA പ്രോഗ്രാമുകളുണ്ട്. അതായത് +2 കഴിഞ്ഞ കുട്ടിക്ക് എഴുതാൻ പറ്റിയ കോഴ്സുകളാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാത്ത കോഴ്സുകളും ഉണ്ട്. പിന്നെ വേറൊന്നുള്ളത്, പിന്നെ ഐഷിന്റെ ഇന്നലെ സാർ പറഞ്ഞിരുന്നു, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയുടെ ടെസ്റ്റ്. പിന്നെ ഈ ചെവിയൊക്കെ ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ സാധ്യതയുള്ളതാണ്. വേറൊന്ന് കൊല്ലത്തുള്ള IFTK-യുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, ഈ എക്കണോമിക്സിന്റെ ഒക്കെ IIT എന്ന് അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയൊക്കെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ ഈ ഡിപ്ലോമ പ്രോഗ്രാമുകൾ BPEd ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ള ആളുകൾക്ക്. പിന്നെ ഈ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള, നല്ല ടാലന്റഡ് ആയിട്ട് കുട്ടി. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന്റെ മോനെ ഇത്തവണ അവന്റെ അഡ്മിഷൻ അവിടെ കിട്ടി. സയൻസ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. സയൻസ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റും, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ് ഉള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഫീസിനകത്ത് വലിയ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് മൊത്തം പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപയൊക്കെ ആകും. പക്ഷെ ആ 10 ലക്ഷം രൂപ അത് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയൊക്കെ നമുക്ക്, പക്ഷെ നമ്മൾ എലിജിബിൾ ആയിരിക്കണം. മീൻസ് ക്വാളിറ്റി മാത്രം പോരാ. അതായത് കുട്ടി ബ്രൈറ്റ് ആയിട്ട് കാര്യമില്ല, എക്സാമിൽ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല, ഫിനാൻഷ്യലി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കൂടിയേ ആ സ്കോളർഷിപ്പുകൾ കിട്ടുള്ളൂ. അവരൊരു തേർഡ് പാർട്ടി ഏജൻസിനെ വെച്ച് അതൊക്കെ അന്വേഷിച്ചിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എൻട്രൻസ് എക്സാമുകളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. എൻട്രൻസ് എക്സാമുകളിൽ കേരളത്തിലെ കുട്ടികളുടെ പെർഫോമൻസ് വളരെ പിന്നെ പരിതാപകരമാണ്. അവിടെ അക്കാഡമിക് സ്കോറും കോമ്പറ്റേറ്റീവ് പെർഫോമൻസും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുപോലെ നിങ്ങൾ IIT-കളിലൊക്കെ കിട്ടിയ കുട്ടികളുടെ അഡ്മിഷന്റെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നോക്കൂ, കഴിഞ്ഞ വർഷം 181 കുട്ടികൾക്കാണ്
അതായത് അഡ്വാൻസിൽ ക്വാളിഫൈഡ് ആയത് 2700 കുട്ടികളാണ്. അതിൽ 181 കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ നിന്ന്. നമ്മൾ പിന്നെ രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് വിദ്യാഭ്യാസം ഇല്ല, നമ്മളോ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മഹത്വം പറയുന്ന കേരളത്തിൽ പക്ഷേ 1% മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ഏർലി ആൻഡ് പ്ലാൻ സ്മാർട്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ തുടങ്ങുക. ഫൗണ്ടേഷൻ രാജസ്ഥാനിലൊക്കെ 6ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് രാജസ്ഥാൻ, പ്രത്യേകിച്ച് കോട്ട പോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ എൻട്രൻസിന്റെ ഒക്കെ ഒരു ഹബ്ബാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു ഫൗണ്ടേഷൻ സിസ്റ്റം ഉണ്ട്, ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. മാത്തമാറ്റിക്സിന് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഈ നീറ്റിന്റെ പിന്നെ റിസൾട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചു കാണും, അതിനകത്ത് റിസൾട്ട് അല്ല, എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ നീറ്റ് പഠിക്കുന്ന കുട്ടിക്ക് പൊതുവെ മാത്സ് വേണ്ട എന്നായിരുന്നു ധാരണയെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മാത്സ് ഉണ്ടെങ്കിലാണ് ഫിസിക്സ് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ, ഫിസിക്സ് ആൻസർ ചെയ്താലാണ് നീറ്റിൽ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മാത്തമാറ്റിക്സിന്റെ ബേസ് നമ്മുടെ കുട്ടികൾക്ക്, ഒരു സ്റ്റഡി നിങ്ങൾ രസകരമായിട്ട് വായിച്ചിട്ടുണ്ടാവും അല്ലെ, ഹൈസ്കൂൾ കഴിഞ്ഞ കുട്ടികളിൽ എത്ര പേർക്ക് കൂട്ടാൻ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35% കുട്ടികൾക്ക് അറിയുള്ളൂ, ബാക്കി കുട്ടികൾക്ക് കൂട്ടാൻ പോലും അറിയില്ല. കേരളത്തിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടിക്ക് എന്നൊക്കെ ഉള്ളൊരു സർവേ പിന്നെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ അല്ലേ. അപ്പൊ അതിന് കാരണം വെച്ചാൽ ബേസിക് എഡ്യൂക്കേഷനിൽ നമുക്ക് എന്തില്ല, അതിന്റെ ഫൗണ്ടേഷൻ തറ ശരിയല്ല. അപ്പൊ അത് നമ്മൾ റെഡിയാക്കുക, ചെറുപ്പം തൊട്ടേ കുട്ടികളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. സിലബസും എക്സാം പാറ്റേണും മനസ്സിലാക്കുക. എല്ലാ എക്സാമും ഇപ്പോൾ ചില കുട്ടികളുണ്ട്, പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുണ്ട്, അവനിപ്പോ 7ഓ 8ഓ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ അവൻ പ്രിപ്പറേഷൻ ഒന്നുമില്ല. അവൻ പറയുന്നത് ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമും പോയി എഴുതും. പക്ഷേ എല്ലാ എക്സാമുകളുടെയും പാറ്റേൺ വെറുതാണ്, വേറെ വേറെയാണ്, വെയിറ്റേജ് വേറെ വേറെയാണ്, ഏരിയ വേറെ വേറെയാണ്. ഇതൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. പിന്നെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൻ JEE മെയിനിന് വേണ്ടി മാത്രം മോർ ദാൻ 90,000 ക്വസ്റ്റ്യൻസ് അവൻ വർക്കൗട്ട് ചെയ്തു. അതായത് 1,00,000-ഓളം ക്വസ്റ്റ്യൻസ് മെയിനിന് വേണ്ടി ഓൾറെഡി വർക്കൗട്ട് ചെയ്തു പല ബുക്സിലായിട്ട്. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുക്കുന്ന, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലിൽ നിന്നൊക്കെ ആയിട്ട് 1,00,000-ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രില്യൻ പാനലിൽ ഒരു കുട്ടി പറയുന്നത് കേട്ടു, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വലുതായപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം വന്നില്ല, ഡിഫിക്കൽട്ടാണ് ക്വസ്റ്റ്യൻ, പക്ഷേ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം ക്വസ്റ്റ്യൻ ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്താണ്, ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തില്ല എന്ന്. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല, കുറച്ചുകൂടി എക്സാം എളുപ്പമായിരിക്കും. ടൈം മാനേജ്മെന്റും ശരീരവും ഒക്കെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ സ്പീഡിലാണ് എന്നെനിക്കറിയാം, പക്ഷേ സമയത്തിനുള്ളിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ആകത്തുക ഈ കോഴ്സുകളുടെ ഒരു ഡീറ്റെയിലിങ്ങിന് അപ്പുറം ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻട്രൻസ് എക്സാമുകൾക്ക് നമ്മുടെ കുട്ടികൾ വളരെ പിറകിലേക്ക് പോകാൻ കാരണം എൻട്രൻസ് എക്സാം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അവരെ കുറഞ്ഞത് ഈ +1 കഴിഞ്ഞ് +2ന്റെ തുടക്കത്തിൽ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും, കുറഞ്ഞത് കേട്ടോ, അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ എൻട്രൻസ് എക്സാമുകളിൽ ഉണ്ടാക്കാൻ കഴിയുകയും കുറച്ചുകൂടി സ്പെസിഫിക് ആയി അവർക്ക് എൻട്രൻസ് എക്സാമിനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴ്സുകൾ പിന്നീട് നമുക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന്റെ കണ്ടീഷൻസ് ഓരോ വർഷം മാറി മാറി വരും. ഇപ്പോൾ CUET-യിൽ ഇക്കൊല്ലം പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല അടുത്ത കൊല്ലം പങ്കെടുക്കുന്നത്, അടുത്ത കൊല്ലം വേറെ കുറച്ചുകൂടി യൂണിവേഴ്സിറ്റികൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോരുത്തരും ഓരോ പിന്നെ എൻട്രൻസ് എക്സാമുകളിലേക്ക് ആഡഡ് ആയിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റികൾ. അവർ ആ സ്കോറുകൾ പരിഗണിക്കുന്നുണ്ടാവും. ചില യൂണിവേഴ്സിറ്റികൾ 2-3 എൻട്രൻസ് എക്സാമുകളുടെ മാർക്കുകൾ ഇത്ര പെർസെൻറ്റേജ് വീതം പരിഗണിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, കോളേജുകളൊക്കെ ഉണ്ടാവും. അതല്ല വിഷയം. എൻട്രൻസ് എക്സാമുകളുടെ ബേസിൽ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഭാഗത്ത് നിന്ന് ആ അർത്ഥത്തിലുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. ഒപ്പം ബാക്കിയുള്ള ആളുകൾ, എക്സ്പെർട്ടായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗംഭീരം ഇസ്മായിൽ സാർ. ഏറ്റവും കുറഞ്ഞ സമയത്ത് വാക്കുകൾ കൊണ്ടും ഇൻഫർമേഷൻ കൊണ്ടും ഒരു വിസ്മയം തന്നെയാണ് സാർ തീർത്തിട്ടുള്ളത്. വലിയൊരു ഭാഗ്യം. അത് ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് വരെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇത്രയധികം അറിവും നിറവും നമുക്ക് തന്ന ഇസ്മായിൽ സാറിന് ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമുക്കിപ്പോൾ സംശയങ്ങൾ ചോദിക്കാം. രക്ഷിതാക്കളോ കുട്ടികളോ അധ്യാപകരോ തീർച്ചയായിട്ടും മുന്നോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്.